രാം നാരായണ രാം. ഇന്നത്തെ കാലത്ത് മനുഷ്യൻ തൻ്റെ സ്വഭാവം മാറ്റേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഭൂമിയിൽ എല്ലാവരും ഒരുപോലെ ജീവിക്കണം. ആരും ആരെയും നിന്ദിക്കരുത്, അസൂയപ്പെടരുത്, അല്ലെങ്കിൽ മറ്റൊരാളിൽ ആധിപത്യം ചെലുത്തരുത്. എല്ലാവരും സ്നേഹത്തോടെ ഐക്യത്തോടെ കഴിയണം. മനുഷ്യൻ ഒരിക്കലും ആലോചിക്കാറില്ല അവൻ്റെ തൊടിയിൽ യഥാർത്ഥത്തിൽ എന്താണ്. അവൻ തൻ്റെ കൂടെ എന്താണ് കൊണ്ടുവന്നത്. അവൻ നേടിയതെല്ലാം അനന്തമായ ആകാശത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നുമാണ്. എന്നാൽ അവൻ്റെ സ്വന്തം എന്താണ്? അവൻ എന്തിനാണ് തിരിച്ചു ചോദിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരം ചെയ്തുവെന്ന് അവകാശപ്പെടുന്നത്? പ്രകൃതി നമ്മെ എല്ലാം നൽകി, എന്നാൽ അതൊരിക്കലും തിരികെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? സൂര്യൻ, ചന്ദ്രൻ, ആകാശം, ഗ്രഹനക്ഷത്രങ്ങൾ ഇവയെല്ലാം നമ്മെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവ നമ്മിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചു ചോദിക്കുന്നുണ്ടോ? ഞങ്ങൾ നിങ്ങളെ പ്രകാശവും ഊർജവുമൊക്കെ നൽകി സംരക്ഷിക്കുന്നു എന്ന് അവ നമുക്ക് അഭിമാനത്തോടെ പറയുന്നുണ്ടോ? മനുഷ്യരുടെ ഇടയിലുള്ള വ്യത്യാസങ്ങൾ അവരുടെ മനോഭാവവും പെരുമാറ്റവുമാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടുതന്നെ നമുക്ക് ആകാശവും പ്രകൃതിയും പോലെ ആകേണ്ടതുണ്ട്. സൂര്യൻ ഒരിക്കലും ഞാൻ എൻ്റെ പ്രകാശം ഈ ജാതിക്കോ ഈ മതത്തിനോ മാത്രം നൽകും എന്ന് പറയില്ല. ആകാശം ഒരിക്കലും ഞാൻ ചിലർക്കും ജീവൻ നൽകില്ല എന്ന് പ്രഖ്യാപിക്കില്ല. ഗ്രഹനക്ഷത്രങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ഊർജം നാം ഒടുവിൽ മാത്രമേ നൽകൂ എന്ന് പറയില്ല. എന്നാൽ ഇത്തരം വേർതിരിവുകൾ സൃഷ്ടിക്കുന്നവ മനുഷ്യരാണ്. ഫാക്ടോറിയൽ. അതിനാൽ നമുക്ക് സൂര്യനും ആകാശവും ഗ്രഹനക്ഷത്രങ്ങളും നമ്മുടെ ആദർശമാക്കണം. അവയിലുപോലെയാണ് നമ്മളും പെരുമാറേണ്ടത്. അങ്ങനെ ഭൂമിയിൽ സ്നേഹവും ഐക്യവും വളരുകയും മനുഷ്യ മനസ്സുകളിൽ ഭിന്നത ഇല്ലാതാവുകയും ചെയ്യും. പണ്ടുകാലത്ത് ഓരോ വ്യക്തിയും കർമ്മമാണ് ധർമ്മം എന്നതിലുറച്ചിരുന്നവർ. നിങ്ങൾ ഏത് മതഗ്രന്ഥവും തുറന്നു നോക്കിയാലും അതിൽ ഇതേ ആശയം തന്നെ കാണാം. മഹാഗുരു ബാലക ബ്രഹ്മചാരി ജി പറയുന്നതുപോലെ കർമ്മം ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യമല്ല, മറിച്ച് ഈ സൃഷ്ടി തന്നെ അതിന് നേതൃത്വം നൽകുന്നു. അതുകൊണ്ടു നമ്മെ സൃഷ്ടിച്ചതും വളർത്തിയതും ഈ ആകാശവും പ്രകൃതിയുമാണ്. ഇന്ന് മനുഷ്യൻ കൈവശം വച്ചിരിക്കുന്നതെല്ലാം ആകാശത്തിൻ്റെയും പ്രകൃതിയുടെയും സംഭാവനയാണ്. ആകാശം, ഭൂമി, ജലം, വായു, ഊർജം ഇവയാണ് പഞ്ചഭൂതങ്ങൾ. അവയാൽ എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആകാശത്തെയും പ്രകൃതിയെയും ഭൂമിയെയും ഊർജത്തെയും വണങ്ങണം. രാം നാരായണ രാം എന്ന ഈ ബീജമന്ത്രം നിരന്തരം ജപിക്കണം. കാരണം ഈ മന്ത്രത്തിൽ മുഴുവൻ ബ്രഹ്മാണ്ടവും അടങ്ങിയിരിക്കുന്നു. ആകാശത്തിൽ നിന്നുള്ള ഊർജം പ്രകൃതിയെ സൃഷ്ടിച്ചു. പ്രകൃതിയിൽ നിന്ന് നാം ഉണർന്നുവന്നു. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാം ആകാശത്താണ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യനേക്കാളും വലിയ ഗ്രഹനക്ഷത്രങ്ങൾ ആകാശത്തുണ്ട്. സൃഷ്ടിയുടെ ആദ്യഘട്ടത്തിൽ അത് ഒരു സൂക്ഷ്മ അണുവോളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതായി വികസിച്ച് വൻതോതിൽ വിപുലീകരിക്കപ്പെട്ടു. ഭൂമിയിൽ ഏകദേശം 800 കോടി ആളുകളാണുള്ളത്. എല്ലാവരുടെയും ശരീരങ്ങൾ രാം നാരായണ രാം എന്ന ഊർജത്തിലൂടെ നിർമ്മിക്കപ്പെട്ടവയാണ്. ഈ പഞ്ചഭൂതങ്ങൾ നമ്മിൽ അടങ്ങിയിരിക്കുന്നു. അവയിലൂടെ നമുക്ക് ഊർജവും വിവേകവും ലഭിക്കുന്നു. ഈ വിവേകമാണ് നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നത്, ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ സഹായിക്കുന്നതും അതേയാണ്. അതിനാൽ നാം ആന്തരികമായ അകന്തർശനം നടത്തണം. നമ്മുടെ ഹൃദയശബ്ദം കേൾക്കണം. നമ്മുടെ വിവേകത്തെ അനുസരിക്കണം. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നാം ശരിയായ ദിശയിൽ ആണെന്ന് ഉറപ്പാക്കണം. കൂടാതെ രാം നാരായണ രാം എന്ന ദൈവനാമം ജപിക്കണം. ഈ ഒരേയൊരു നാമസ്മരണം പോലും നമ്മുടെ ജീവിതത്തെ പരിപൂർണമാക്കും. നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പൂർത്തിയാക്കും. ആന്തരികമായ ആത്മബോധം നൽകും.